ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എവരിവൺ എ വിന്നർ. അപ്പോൾ നമ്മൾ ദി ബുക്ക് ഓഫ് നേച്ചർ എന്ന പാഠഭാഗവും ആക്ടിവിറ്റീസും നോക്കാം. അത് നമുക്ക് പാഠഭാഗം വായിക്കാം. ദി ബുക്ക് ഓഫ് നേച്ചർ. ഇത് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിര പ്രിയദർശിനി ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്താണിത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. When you and I are together, you often ask me questions about many things and I try to answer them. എന്താണ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയത്ത് നീ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. Now that you are at Mussoorie and I am in Allahabad. പക്ഷേ ഇപ്പോൾ നീ മുസോറിയിലും ഞാൻ എവിടെയാണ്, അലഹാബാദിലും ആണ്. അതായത് ഈ ഒരു കത്ത് എഴുതുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു അലഹാബാദിലും അതുപോലെ തന്നെ ഇന്ദിര പ്രിയദർശിനി എവിടെയായിരുന്നു, മുസോറിയിലുമായിരുന്നു. വി കാൻ നോട്ട് ഹാവ് ദീസ് ടോക്സ്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഐ ആം ദെയർഫോർ ഗോയിങ് ടു റൈറ്റ് ടു യു ഫ്രം ടൈം ടു ടൈം ഷോർട്ട് അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റോറി ഓഫ് അവർ എർത്ത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എഴുതാൻ തീരുമാനിച്ചു. എന്താണ്, നമ്മളെ ഈ ഭൂമിയെക്കുറിച്ചിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങളും എന്താണ്, ഓരോ കഥകൾ പോലെ എഴുതാൻ തീരുമാനിച്ചു. I am afraid I can only tell you very little in these letters of mine. എന്താണ്, എനിക്ക് വിഷമമുണ്ട്. എന്താണ്, എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഈ ഒരു ലെറ്റേഴ്സിന് കൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ കഴിയുള്ളൂ. ബട്ട് ദാറ്റ് ലിറ്റിൽ, പക്ഷേ ആ കുറച്ചുകൊണ്ട് ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു ആൻഡ് മേക്ക് യു തിങ്ക് ഓഫ് ദി വേൾഡ് ആസ് എ വോൾ. അപ്പോൾ എന്താണ്, എനിക്ക് പ്രതീക്ഷയുണ്ട് ആ കുറച്ചുകൊണ്ട് തന്നെ എന്താണ്, ആ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്താണ്, നിനക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യാണ് താല്പര്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ആൻഡ് ഓഫ് അതർ പീപ്പിൾസ് ഇൻ ഇറ്റ് ആസ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്താണ്, ഈ ലോകത്തെ മറ്റ് ജനങ്ങൾ നമ്മുടെ ബ്രദേഴ്സ്, സഹോദരന്മാരും സഹോദരികളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യും അല്ലേ. When you grow up, you will read about the story of the earth and her people in fat books. എന്താണ്, നീ വലുതാവുമ്പോൾ നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചിട്ടുള്ള കഥകളൊക്കെ നീ വായിക്കും. വലിയ വലിയ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള ഈ ഭൂമിയെക്കുറിച്ചിട്ടുള്ള കഥകളൊക്കെ നീ വായിക്കും. യു വിൽ ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ ദാറ്റ് യു മേ ഹാവ് റീഡ്. എന്താണ്, ആ ഒരു കാര്യം നിനക്ക് നീ ഇതിന് മുന്നേ വായിച്ചിട്ടുള്ള സ്റ്റോറീസിനേക്കാളോ അല്ലെങ്കിൽ നോവൽസിനേക്കാളോ ഒക്കെ കൂടുതൽ കൂടുതൽ താല്പര്യം നിനക്ക് തോന്നും. But in old times, when man did not exist, surely no books could have been written. എന്താണ്, പക്ഷേ പണ്ട് കാലത്ത് മനുഷ്യർ ഇല്ലാതിരുന്ന ആ സമയത്ത് എന്താണ്, പുസ്തകങ്ങളൊന്നും ആരും ഉണ്ടാവില്ല. How then can we find out what happened then? എന്താണ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, അന്ന് എന്താണ് സംഭവിച്ചിരുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? We cannot nearly sit down and imagine everything. This would be very interesting, for we could imagine anything we wanted to and would thus make up the most beautiful fairy tales. അപ്പോൾ എന്താ, പണ്ട് മനുഷ്യരൊന്നും ഇല്ലാത്ത സമയത്ത് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്താണ്, നമ്മൾ തന്നെ അങ്ങ് ഇരുന്ന് ചിന്തിക്കുകയാണ്, അന്ന് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാലാഖമാരുണ്ടായിരുന്നു, യക്ഷിമാരുണ്ടായിരുന്നു എന്നിങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ് ദാറ്റ് വി ഹാഡ് സീൻ. ഇതൊന്നും എന്താണ്, ഇതൊക്കെ ശരിയായിക്കോളുന്നില്ല. കാരണം ഇത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം ബേസ് ചെയ്ത് അടിസ്ഥാനമാക്കിയിട്ടൊന്നുമല്ല നമ്മൾ ഈ പറഞ്ഞത്, നമ്മളങ്ങ് ഇരുന്ന് ചിന്തിക്കുകയാണ്. But although we have no books written in those far off days, fortunately we have some things which tell us a great deal as well, almost as a book would. എന്താണ്, അന്ന് പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊന്നും നമുക്കൊരു പുസ്തകങ്ങളൊന്നും എഴുതിയ രൂപത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഭാഗ്യവശാൽ എന്താണ്, കുറച്ചു കാര്യങ്ങൾ ഉണ്ട്. ഒരു ബുക്ക് പോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്,
We have rocks and mountains and seas and stars and rivers and deserts and fossils of old animals. എന്തൊക്കെയാണ്? വി ഹാവ് റോക്സ്, ശിലകളുണ്ട്, അതായത് പാറകൾ, ശിലകൾ, അതുപോലെ തന്നെ മൗണ്ടെയിൻസ്, മലകൾ, ആൻഡ് സീ, എന്താണ്, കടൽ, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, പുഴകൾ, മരുഭൂമികൾ, അതുപോലെ തന്നെ ഓൾഡ്, അതായത് പഴയ മൃഗങ്ങളുടെ ഫോസിൽസ്, അവ എന്താ പറയുക, അവർ പഴയ മൃഗങ്ങൾ എങ്ങനെയൊക്കെയോ ചത്തുപോയിട്ട് അവയെ മണ്ണിലടിഞ്ഞിട്ട് അവരുടെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ പല്ലോ അതല്ലെങ്കിൽ അങ്ങനത്തെ വെച്ചിട്ട് നമ്മൾ ഇത് ഇന്ന ജീവിയാണ്, ഇതിന് ഇത്ര ഹൈറ്റ് ഉണ്ട്, നമ്മളിപ്പോൾ ദിനോസറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ, ആ സംഭവം ഇപ്പോൾ ഇല്ലല്ലോ, അന്ന് അത് വർഷങ്ങൾക്ക് മുന്നേ അതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ എന്താണ് ഈ അനിമൽസിൻ്റെ ഫോസിൽ നമ്മളതിനെ സഹായിക്കും. These and other like things are our books for the Earth's early story. ഇതൊക്കെ എന്താണ്? നമ്മളുടെ ഭൂമിയുടെ പഴയകാല കഥകളെ നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഇസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇൻ അതർ പീപ്പിൾസ് ബുക്സ് ബട്ട് ടു ഗോ ടു ദി ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്. ഈ എന്താണ്, നമ്മൾ എർത്തിനെ കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഈ പ്രകൃതിയിലേക്ക് തന്നെ ഇറങ്ങുക. എന്താണ്, പ്രകൃതി തന്നെയാണ് ഏറ്റവും നല്ല പുസ്തകം അല്ലേ? യു വിൽ ഐ ഹോപ്പ് സൂൺ ബിഗൻ ടു ലേൺ ഹൗ ടു റീഡ് ദിസ് സ്റ്റോറി ഫ്രം ദി റോക്സ് ആൻഡ് മൗണ്ടെയിൻസ്. എന്തായാലും നീ തീർച്ചയായും, എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്താണ്, നീ ഈ ഒരു പാറകളിൽ നിന്നും മലകളിൽ നിന്നും തന്നെ അത് പഠിക്കാൻ തുടങ്ങും. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. നീ സങ്കല്പിച്ച് നോക്കൂ, എത്ര മനോഹരമാണത്. എവറി ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ലൈങ് ഓൺ ദി റോഡ് ഓർ ഓൺ ദി മൗണ്ടെയിൻ സൈഡ് മേ ബി എ ലിറ്റിൽ പേജ് ഇൻ. എന്താണ്, നീ കാണുന്ന ഓരോ ചെറിയ കല്ലുകളും എവിടെ കിടക്കുന്ന, റോഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മലകൾക്ക് അരികിലൊക്കെ കിടക്കുന്ന ഓരോ കല്ലുകൾക്കും പ്രകൃതി നേച്ചറസ് ബുക്ക് ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്. എന്താണ്, ഓരോ ചെറിയ കല്ലുകളും ഒക്കെ എന്താണ്, ഈ പ്രകൃതിയുടെ ഒരു ചെറിയ പേജോ അല്ലെങ്കിൽ ചെറിയൊരു താളാണ്. അവയ്ക്കും ഉണ്ടാവും എന്താണ്, ഓരോ കാര്യങ്ങൾ പറയാം അവയ്ക്കും ഉണ്ടാവും. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ് ഇറ്റ്. എന്താണ്, നീ എനിക്ക് അത് എങ്ങനെയാണ് അത് നിനക്ക് വായിക്കാൻ കഴിയുന്നത് എന്നനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ കല്ലിനെ നമ്മൾ കണ്ടിട്ട് കിടക്കണ ഒരു കല്ല് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. Then to be able to read any languages, Hindi or Urdu or English, you have to learn its alphabet. നീ ഏതൊരു ഭാഷ സംസാരിക്കുകയാണെങ്കിൽ, അതായത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഉറുദോ എന്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? പഠിക്കണം അല്ലേ? ഏതൊരു ലാംഗ്വേജിൻ്റെയും അക്ഷരമാല നമ്മൾ ആദ്യം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ലാംഗ്വേജ് പഠിക്കാൻ, എഴുതാനും വായിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ? സോ ആൾസോ യു മസ്റ്റ് ലേൺ ദി alphabet of nature before you can read her story in her books of stone and rock. അപ്പോൾ അതുപോലെ എന്താണ്, നേച്ചറിൻ്റെ പുസ്തകം വായിക്കണമെങ്കിലും എന്ത് വേണം? നേച്ചറിൻ്റെ അക്ഷരമാലകൾ കൂടി പഠിക്കണം. അതായത് നേച്ചറിന് പ്രകൃതിയുടെ അക്ഷരമാലകളുണ്ടോ, അതായത് ഈ പ്രകൃതിയിലെ വിഭവങ്ങളായ ഇതുപോലത്തെ റോക്സും മൗണ്ടെയിൻസും സീസും റിവേഴ്സും അവരെയൊക്കെ പഠിക്കണം. Even now, perhaps you knew a little how to read to these. If you see a little round shiny pebble, എന്താണ്, നീ ഒരു തിളക്കമുള്ള ഒരു കല്ലിനെ, ഒരു ഉരുണ്ട കല്ലിനെ കാണുകയാണെങ്കിൽ, does it not tell you something? അത് നിന്നോട് എന്തെങ്കിലും പറയില്ലേ? How did it get round and smooth and shiny without any corner or rough edges? എന്താണ്, എങ്ങനെയാണ് ഇത്രയും ഉരുണ്ടതും അതുപോലെ തന്നെ സ്മൂത്തും ഷൈനിയും, ഉരുണ്ടതും തിളക്കമാർന്നതും സ്മൂത്ത്, അതായത് നല്ല എന്താ പറയുക, ഈ ഇങ്ങനെ പതുക്കെ ഒരു പരിപരപ്പല്ലാണ്ട് ഒരു മൃദുലമായ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ ഉള്ള കല്ല് ആയത് എങ്ങനെ കിട്ടി എന്നുള്ളത് പറയില്ലേ? വിത്തൗട്ട് എനി കോർണർ ആൻഡ് ഓർ റഫ് എഡ്ജസ്. ഒരു മൂർച്ചയോ അറ്റം, നമ്മളിപ്പോൾ കല്ല് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം മൂർച്ചയൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ ചില്ല് പോലെയൊക്കെ ആയിട്ട് മുറിയൊക്കെ ആവുമല്ലോ. പക്ഷെ അതൊന്നും അല്ലാതെ ഷൈനിയും സ്മൂത്ത് റഫൊന്നല്ല, ഷൈനിയും സ്മൂത്ത് ആൻഡ് റൗണ്ട് ആയത് എങ്ങനെയെന്ന് പറയില്ലേ?
If you break a big rock into small bits, each bit is rough and has corners and rough edges. നീ ഇപ്പോൾ ഒരു വലിയ കല്ല് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ ചെറുതാക്കി പൊട്ടിക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായും എന്തുണ്ടാവും, അതിൻ്റെ അറ്റം മൂർച്ചയുള്ളതായിരിക്കും അല്ലേ. അതുപോലെ തന്നെ റഫ് എഡ്ജ്, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. എന്താണ്, അത് ഒരിക്കലും ഒരു സ്മൂത്തായ റൗണ്ട് ഉരുണ്ട പെബിളായിരിക്കില്ല, നല്ല സ്മൂത്തായ ഉരുണ്ട കല്ലുകളായിരിക്കില്ല. നമ്മളിങ്ങനെ ഉരുണ്ട കല്ലുകൾ നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് അക്വേറിയത്തിലൊക്കെ ഇട്ട് വയ്ക്കില്ലേ, നമ്മൾ ഈ കടലിൻ്റെ അവിടെയൊക്കെ കാണുന്നത്. അതായത് എന്താ പറയുക, മറ്റേ കല്ലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ കല്ല് എങ്ങനെയായിരിക്കും, നല്ല അറ്റമൊക്കെ ഇങ്ങനെ കൂർത്തിട്ട് പരിപരിപ്പന എന്നുള്ളൊരു കല്ലായിരിക്കും. പക്ഷെ ഇതെങ്ങനെയാണ്, ഉരുണ്ട് നല്ല മൃദുലമായ ഷൈനിയായ തിളക്കമാർന്ന കല്ലാണ് അല്ലേ. How then did the pebble become so round and smooth and shiny? പിന്നെ എങ്ങനെയാണ് ആ പെബിൾ ഇത്രയും സ്മൂത്തും ഷൈനിയൊക്കെ റൗണ്ടൊക്കെ ആയി മാറിയത്? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. എന്താണ്, ആ കല്ല് നിന്നോട് അതിൻ്റെ സ്റ്റോറി പറയും എങ്ങനെയാണെങ്കിൽ യു ഹാവ് ഗുഡ് ഐസ് ടു സീ ഇറ്റ് ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. അതായത് നല്ല കണ്ണുകളുണ്ടെന്ന് പറയണമെങ്കിൽ ആ ഒരു കല്ലിനെ ഇപ്പോൾ നമ്മൾ സാധാരണ കല്ല് എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിലല്ല, അതിൻ്റെ കഥ പറയാനും അത് ആ കല്ലിനെ കാണാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിനെ കാണാൻ, ഒരു കല്ല് എന്ന രീതിയിൽ അതിനെ കാണാനും അതിൻ്റെ കഥ കേൾക്കാനുമുള്ള ചെവിയുമുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ കഥ ആ കല്ല് പറയും. ഇറ്റ് ടെൽസ് you that once upon a time, it's to be long ago, it was a big of rock. എന്താണ്, കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഒരു വർഷങ്ങൾക്ക് മുന്നേ അതെന്തായിരുന്നു, അതൊരു റോക്കിൻ്റെ, അതായത് ഒരു വലിയ കല്ലിൻ്റെ ഒരു ചെറിയ കഷ്ണമായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദ ബിറ്റ് യു മേ ബ്രേക്ക് ഫ്രം എ ബിഗ് റോക്ക് ഓർ സ്റ്റോൺ വിത്ത് പ്ലാന്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. എന്താണ്, നമ്മളിപ്പോൾ ഒരു കല്ല് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റം മൂർച്ചയുള്ളതും കൂർത്ത മൊനമ്പുള്ളതൊക്കെ ആയിരിക്കുമല്ലോ. പ്രോബബിലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടെയിൻ സൈഡ്. എന്താണ്, അതൊരു പക്ഷേ എവിടെയായിരിക്കാം, മലയുടെ അരികിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വിശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കല്ല് മലയുടെ അരികിലായിട്ടാവും ഉണ്ടാവുക. ദെൻ കെയിം ദ റെയിൻ ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദി ലിറ്റിൽ വാലി where it found a mountain stream. എന്താണ്, അപ്പോൾ മഴ വന്നപ്പോൾ അതിനെ വാഷ് ചെയ്ത്, അതായത് മഴ വന്നു കഴിഞ്ഞാൽ അത് നനയല്ലോ, അങ്ങനെ അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി ചെറിയ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. where it found a mountain stream, മലയുടെ അരുവി കാണുന്നത് വരെ ആ ഒരു മലയുടെ താഴ്വാരത്തിൽ നിന്നും അരുവിയിലേക്ക് പോയി. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച്ഡ് എ ലിറ്റിൽ റിവർ. എന്താണ്, അത് ഒരു പുഷ് ചെയ്തു, അതായത് അതിനെ ആ കല്ലിനെ ഇങ്ങനെ തള്ളി വിടുകയാണ്. എവിടെ എത്തുന്ന വരെ, ഒരു ചെറിയ നദിയിൽ എത്തുന്നത് വരെ ആ താഴ്വരയിൽ നിന്ന് ഇങ്ങനെ തള്ളുകയാണ്. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദി ബിഗ് റിവർ. ആ ഒരു ലിറ്റിൽ റിവറിൽ നിന്നും, അതായത് ആ ഒരു ചെറിയ നദിയിൽ നിന്നും എവിടെ എത്തി, വലിയ ഒരു നദിയിലേക്ക് കൊണ്ടുപോയി. And all the while it rolled at the bottom of the river and its edges were worn away. Thus the rough surface was made smooth and shiny. അങ്ങനെ കാലങ്ങൾ ചെന്ന് ഇങ്ങനെ ഈ മഴയൊക്കെ പെയ്ത് താഴ്വരയിൽ നിന്നും ചെറിയ നദിയിലേക്കും ചെറിയ നദിയിൽ നിന്നും വലിയ നദിയിലേക്കൊക്കെ ഇങ്ങനെ പോയി, ഇങ്ങനെ കാലതാമസമൊക്കെ, അതായത് കാലപ്പഴക്കൊക്കെ വന്ന് അതിൻ്റെ ആ രൂപം എങ്ങനെയായി അങ്ങനെ റൗണ്ടായി ഉരുണ്ട, അതുപോലെ തന്നെ തിളക്കമാർന്ന അതിൻ്റെ ആ അറ്റത്തെ മുനമ്പും മൂർച്ചയും ഒക്കെ മാറി എങ്ങനെയായി നല്ല മിനുസമുള്ള അതുപോലെ തന്നെ നല്ല ഷൈനി ആയിട്ടുള്ള പെബിളായിട്ട് മാറി. സോ ഇറ്റ് ബിക്കെയിം ദ പെബിൾ ദാറ്റ് യു സീ. അങ്ങനെ അത് നീ കാണുന്ന ഈ പെബിളായിട്ട് മാറിയല്ലേ. സം ഹൗ ദ റിവർ ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് ആൻഡ് യു ഫൗണ്ട് ഇറ്റ്. എന്താണ്, ഒരുപക്ഷെ ആ നദി അതിനെ അവിടെ ഉപേക്ഷിച്ച് പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കാം നീ കണ്ടത്. ഇഫ് ദ റിവർ ഹാഡ് ക്യാരിഡ് ഇറ്റ് ഓൺ ഇറ്റ്, it would have become smaller and smaller till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach where little children can play and make castles out of the sand. എന്താണ്, ആ ഒരു നദി ഈ ഒരു കല്ലിനെ പിന്നെയും
വഹിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും, അത് പിന്നെയും തീരെ ചെറുതായി അവസാനം അത് എന്തായിണ്ടാവും, മണൽത്തരിയായിട്ടുണ്ടായി മാറിയിരുന്നു. ആ ഒരു മണൽത്തരി ഈ കടലിൻ്റെ തീരത്ത് കരഭാഗത്ത് നമ്മൾ മണ്ണില്ലേ, നമ്മൾ മണ്ണിൽ കളിക്കാറൊക്കെ ഇല്ലേ, അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചിൽ ആ കടൽത്തരി അതിൻ്റെ ഒപ്പമുള്ള മറ്റ് മണൽത്തരികളുടെ കൂടെ തന്നെ മറ്റ് സഹോദരങ്ങളുടെ കൂടെ തന്നെ അതും അങ്ങ് കൂടിയായിരുന്നു. പിന്നെയും ആ നദി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ചെറിയ കുട്ടികൾ ഈ നമ്മൾ കടലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മണൽത്തരി അതിൽ വാരിയിട്ട് കളിക്കും. അതുപോലെ തന്നെ അതിലൊക്കെ നല്ല നല്ല ഗോപുരങ്ങളോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പോലത്തെ നമ്മൾ അതുകൊണ്ട് ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കി കളിക്കാറില്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ കളിക്കുന്ന ഈ കൂടുതലൊരു മണൽത്തരി ആയിട്ട് ആ ഒരു കല്ല് മാറിയിരുന്നു. If a little pebble can tell you so much, how much more could we learn from all the rocks and mountains and the many other things we see around us? അപ്പോൾ ഒരു ചെറിയ കല്ല് നിന്നോട് ഇത്രയും വലിയൊരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പ്രകൃതിയിലെ മറ്റ് കാര്യങ്ങളില്ലേ, എന്തൊക്കെയാണ് ഈ മൗണ്ടെയ്ൻസും റോക്സും മലകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു കല്ലുകളിൽ നിന്നുമൊക്കെ നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ചെറിയ കല്ലല്ലേ അതിൻ്റെ ഈ ഒരു കഥ പറഞ്ഞത്, അപ്പോൾ എത്ര കാര്യങ്ങൾ മറ്റ് വിഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെറ്റർ വായിച്ചു. ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് അദ്ദേഹം അരികിലില്ലാത്ത സമയത്തും അദ്ദേഹം ലെറ്റേഴ്സ് എഴുതിയിരുന്നു. ആ ലെറ്റേഴ്സിൽ ഉൾക്കൊള്ളിച്ച വിഷയം എന്താ നമ്മൾ കണ്ടതല്ലേ. നമ്മൾ സാധാരണ ഇപ്പോൾ ഇതുപോലെ അച്ഛനൊക്കെ ഒരു മക്കൾക്ക് കത്തെഴുതുന്ന രീതിയിൽ അദ്ദേഹം നമ്മളെ പ്രകൃതിയെ കുറിച്ചിട്ടാണല്ലേ അദ്ദേഹം ആ കത്തെഴുതിയത്. അതുകൊണ്ട് തന്നെയാണല്ലോ അത്രയും ഫേമസ് ആയത്. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. Activity 1. I am afraid I can only tell you very little in these letters of mine. What does the expression I am afraid mean? Choose the best option from those given below in the box. എന്താണ് I am afraid I can only tell you very little in these letters of mine. അദ്ദേഹം പറഞ്ഞല്ലോ ഈ ഒരു ലെറ്റർ എനിക്ക് വിഷമമുണ്ട്, ഈ ഒരു ലെറ്റേഴ്സ് കൂടി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഐ ആം അഫ്രൈഡ് എന്നുള്ളൊരു ആ ഒരു വേർഡിന് എന്താണ് ഇവിടുത്തെ ഒരു എക്സ്പ്രഷൻ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ താഴെ ബോക്സിൽ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ യോജിച്ചത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? നെഹ്റു ഈസ് അഫ്രൈഡ് ടു ടെൽ സംതിങ്, എന്താണ് നെഹ്റു എന്തെങ്കിലും പറയുന്നതിന് പേടിക്കുന്നു. അതുപോലെ തന്നെ നെഹ്റു ഫീൽസ് ദറ്റ് ഇന്ദിര വിൽ ബി ഫ്രൈറ്റൻഡ്, നെഹ്റു എന്ത് ചെയ്യുന്നു, ഇന്ദിര പേടിക്കുമെന്ന് വിചാരിക്കുന്നു. then Nehru is doubtful whether his letters will not be sufficient to provide complete information. എന്താണ് നെഹ്റുവിന് സംശയമുണ്ട്, ഈ ഒരു ലെറ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നെഹ്റുവിന് സംശയമുണ്ട്. അതല്ലേ ആൻസർ? സോ തേർഡ് വൺ ആണ് ആൻസർ. ആക്ടിവിറ്റി 2 എന്താണ്? നെഹ്റു ടെൽസ് ദി സ്റ്റോറി ഓഫ് എ പെബിൾ. റീഡ് ഇറ്റ്. നെഹ്റു ആ പെബിളിൻ്റെ അതായത് ആ കല്ലിൻ്റെ സ്റ്റോറി പറഞ്ഞല്ലോ. Once upon a time, long ago, the stone was a bit of a rock with plenty of edges and corners. Probably it rested on some mountain side. Then came the rain and washed it down to the little valley where it found a mountain stream which pushed it on and on till it reached a little river, and the little river took it to a big river, and all the while it was rolling and rolling at the bottom of the river. Its edges were worn away and its rough surface made smooth and shiny. Thus it became a pebble. The river carried it again and it became smaller and smaller till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach. The little children used to make castles out of sand. ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞില്ലേ, നെഹ്റു ആ ഒരു കല്ലിൻ്റെ കഥ, കല്ല് എങ്ങനെ ഇത്രയും നല്ല ഒരു മൂർച്ചയുള്ള അല്ലെങ്കിൽ റഫായ ഒരു കല്ല് എങ്ങനെ ഇത്രയും ഉരുണ്ടതും അതുപോലെ തന്നെ മിനുസമുള്ളതും തിളക്കമാർന്നതുമായിട്ടുള്ളൊരു കല്ലായി എങ്ങനെ മാറി എന്നുള്ളൊരു സ്റ്റോറി പറഞ്ഞില്ലേ. അപ്പോൾ ഇമാജിൻ ദ പെബിൾ ഈസ് ടെല്ലിങ് ഇറ്റ്സ് ഓൺ സ്റ്റോറി. എന്താണ് നമ്മളോട് സങ്കല്പിക്കാൻ പറയാണ്,
ഇതിപ്പോൾ നെഹ്റു കല്ലിൻ്റെ കഥ പറയുകയാണ് ചെയ്തത്. അപ്പം കല്ല് തന്നെ സ്വന്തം കഥ പറയുകയാണെന്ന് നമ്മളോട് സങ്കല്പിക്കാനാണ് പറഞ്ഞത്. ദെൻ ഹൗ വുഡ് ദ സ്റ്റോറി ബി? അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു കഥ? യു മേ ബിഗൻ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. എങ്ങനെ? വൺസ് അപ്പോൺ എ ടൈം ലോങ് ലോങ് എഗോ ഐ വാസ് എ ബിറ്റ് ഓഫ് എ റോക്ക് വിത്ത് പ്ലെൻറ്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ് പ്രോബബ്ലി ഐ റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരിക്കൽ ഞാൻ ഒരു കല്ലിൻ്റെ ഒരു കഷ്ണമായിരുന്നു. വിത്ത്, അതായത് മൂർച്ചയോട് കൂടിയ കോർണറും അതുപോലെ തന്നെ വക്കൊക്കെ ഉള്ളതായിരുന്നു. ഞാൻ ആ മലയുടെ അരികിലാണ് റെസ്റ്റ് ചെയ്ത്, അതായത് ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകണം. അപ്പോൾ നമുക്ക് ബാക്കി ആ സ്റ്റോറി ചെയ്ത് കൂടെ? ബാക്കി നോക്കൂ. ദെൻ കെയിം ദ റെയിൻ ആൻഡ് ദാറ്റ് വാഷ്ഡ് മീ. അതവിടെ നോക്കി നോക്കൂ. വാഷ്ഡ് മീ, അതായത് എന്നെ ആ റെയിൻ എന്ത് ചെയ്തു? നനച്ചു, വാഷ് ചെയ്തു. മീ ഡൗൺ ടു ദ ലിറ്റിൽ വാലി വർ ഐ ഫൗണ്ട് എ മൗണ്ടൻ സ്ട്രീം വിച്ച് പുഷ്ഡ് മീ ഓൺ ആൻഡ് ഓൺ ടിൽ ഐ റീച്ച്ഡ് എ ലിറ്റിൽ റിവർ. ദ ലിറ്റിൽ റിവർ ടുക്ക് മീ to a big river, and all the while I was rolling and rolling at the bottom of the river. My edges were worn away and my rough surface made smooth and shiny. Thus I became a pebble. എന്തായിരിക്കും ഇവിടെ ഐയും അതുപോലെ തന്നെ മീയും യൂസ് ചെയ്യണം അല്ലേ? അതായത് സ്വന്തം കഥ തന്നെയല്ലേ പെബിൾ പറയുന്നത്. ആക്ടിവിറ്റി 3 എന്താണ്? ദി പ്രസൻറ്റ് വേൾഡ് ഫേസ് മെനി ത്രെറ്റഡ്സ്. എന്താണ്? നമ്മളെ ഈ ലോകം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ. നമ്മളുടെ ഡ്യൂട്ടിയാണ്, അതായത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മളുടെ കർത്തവ്യമാണ് നേച്ചറിനെ, പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇമാജിൻ ദാറ്റ് യുവർ സ്കൂൾ നേച്ചർ ക്ലബ് ഈസ് ഓർഗനൈസിങ് ആൻ അവയർനെസ് പ്രോഗ്രാം ടു പ്രൊട്ടക്ട് നേച്ചർ. നിങ്ങൾ സങ്കല്പിക്കാം, നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഗ്രാം, ബോധവൽക്കരണ പരിപാടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള. പ്രിപ്പയർ എ സ്പീച്ച് ഫോർ ദി ഒക്കേഷൻ. ഈ ഒരു ഒക്കേഷനിൽ പറ്റുന്ന ഒരു സ്പീച്ച് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് എ സ്പീച്ച് എന്തൊക്കെയാണ്? ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? നമ്മൾ ഈ സ്പീച്ച് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ദെൻ വാട്ട് ഈസ് എ സല്യൂട്ടേഷൻ? എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഹൗ വിൽ യു ബിഗിൻ ദി സ്പീച്ച്? എങ്ങനെയാണ് ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത്? യു ക്യാൻ ബിഗിൻ യുവർ സ്പീച്ച് വിത്ത് എ കൊട്ടേഷൻ. വിച്ച് ലൈൻസ് വുഡ് യു ലൈക്ക് ടു ബി കോട്ട്സ്? നമുക്ക് ഈ ഒരു സ്പീച്ച് എങ്ങനെ തുടങ്ങാം? നമുക്ക് സ്പീച്ച് ഫസ്റ്റ് നമ്മൾ പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് സ്പീച്ച് നമ്മൾ കേട്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സ്കൂളാകുമ്പോൾ എങ്ങനെ പറയാം? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ സ്പീച്ച് എങ്ങനെ തുടങ്ങാം? നമുക്ക് കോട്ട്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലെങ്കിൽ മാരി ക്യൂറി, അങ്ങനെ വലിയ മഹത് വ്യക്തിത്വങ്ങളുടെ കോട്ട്സ് ഉണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോട്ട്സ് വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ആർ ദി ഐഡിയാസ് ദാറ്റ് യു വിഷ് ടു കൺവേ? എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങൾക്കിവിടെ പറയാനുണ്ടാവുക? അതുപോലെ സ്വീക്കൻസ് യുവർ ഐഡിയാസ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. അതിന് പ്രാധാന്യം വെച്ചിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർഡർ ചെയ്യാം. ഹൗ വിൽ യു കൺക്ലൂഡ് യുവർ സ്പീച്ച്? എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു സ്പീച്ച് അവസാനിപ്പിക്കുക? അതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു സ്പീച്ചാം. നമുക്ക് എങ്ങനെ തുടങ്ങാം? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് അങ്ങനെ അഭിസംബോധന ചെയ്യാം. ദെൻ നേച്ചർ ഈസ് എ ഗിഫ്റ്റ്. പ്രകൃതി ഒരു വരദാനമാണ്. നമ്മളൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ട് വെച്ചിട്ട് തുടങ്ങാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ഉദാഹരണമാണ്. നേച്ചർ ഈസ് എ ഗിഫ്റ്റ്. പ്രകൃതി ഒരു വരദാനമാണ്. വി ഓൾവേസ് സേ ദാറ്റ്. നമ്മൾ എപ്പോഴും അങ്ങനെ പറയും. ബട്ട് ആർ വി പ്രോപ്പർലി ഗാർഡിങ് ദാറ്റ് ഗിഫ്റ്റ്? നമ്മൾ ആ ഒരു വരദാനത്തെ ശരിയായിട്ട് സംരക്ഷിക്കുന്നുണ്ടോ? നോ, ഇല്ല. ടുഡേ അവർ നേച്ചർ ഈസ് ഫേസിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. നമ്മുടെ പ്രകൃതി ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഫീൽഡ്സ് കവേർഡ് വിത്ത് മഡ്. വയലുകളെല്ലാം മണ്ണിട്ട് മൂടുന്നു. ഫോറസ്റ്റേഷൻ, വനനശീകരണം. ഡിസപ്പിയർനെസ് ഓഫ് ലേക്സ് ആൻഡ് ഡിച്ചസ്. അതായത് കാവുകളും കായലുകളൊക്കെ ഇല്ലാതാവുന്നു. സാൻഡ് ഇറോഷൻ, അതുപോലെ തന്നെ മണൽ വാരൽ. പ്ലാസ്റ്റിക് വേസ്റ്റ് ഹീപ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കൂമ്പാരം. ഡംപിങ് ഓഫ് വേസ്റ്റ് ഇൻ ടു റിവേഴ്സ്, പുഴകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നു. ലാൻഡ് സ്ലൈഡ്സ്, കുന്നിടിക്കുന്നു. അങ്ങനെ. ഈസ് ദിസ് കറക്റ്റ്? ഇത് ശരിയാണോ? ഇഫ് ദർ ഈസ് നോ നേച്ചർ ദെൻ ദർ ഈസ് മാൻ. പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ
മനുഷ്യനുണ്ടോ? ലെറ്റ് അവർ പാഡി ഫീൽഡ്സ് ഗ്രോ, നമ്മളുടെ നെൽപ്പാടങ്ങൾ വിളഞ്ഞു നിൽക്കട്ടെ. ലെറ്റ് ദ റിവേഴ്സ് ഫ്ലോ, പുഴകളെ എന്താണ് ഒഴുകാൻ അനുവദിക്കൂ. ലെറ്റ് ദ ഫ്ലവേഴ്സ് ആൻഡ് ഹെർബ്സ് ഗ്രോ ഇൻ ദി ഫോറസ്റ്റ്, എന്താണ് പൂക്കളും ഔഷധ സസ്യങ്ങളും കാട്ടിൽ വളരട്ടെ. ലെറ്റ് ദ റിവർ നോട്ട് ബി വൈപ്ഡ് ഔട്ട് ബൈ ദി സാൻഡ്, മണ്ണ് വാരി പുഴയെ ഇല്ലാതാക്കരുത്. വി ക്യാൻ റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, നമുക്ക് എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാം. ഫ്രണ്ട്സ്, ഈച്ച് ഓഫ് അസ് മസ്റ്റ് ടേക്ക് ഇറ്റ് അപ്പോൺ അവർ സെൽവ്സ് ടു പ്രൊട്ടക്ട് നേച്ചർ, എന്താണ് കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന നമ്മളെ ഉത്തരവാദിത്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യമായിട്ട് എടുക്കണം. ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, എർത്ത് ക്വേക്സ്, ഭൂകമ്പ ആൻഡ് ടെറിബിൾ ഡിസീസസ് ആർ ഓൾ ബിഫോർ എസ്, അതായത് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ ഭീതി പടർത്തുന്ന രോഗങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഓൾ ദിസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ വാർണിംഗ് ഓഫ് നേച്ചർ, ഇതെല്ലാം പ്രകൃതിയുടെ ഒരു വാർണിംഗ് ആയിട്ട്, ഒരു എന്താ പറയുക, വാർണിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഐ എൻഡ് മൈ വേർഡ്സ് ഹിയർ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വി ആൾ ഗോ ബാക്ക് ടു നേച്ചർ ആൻഡ് പ്രൊട്ടക്ട് നേച്ചർ, നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയെ സംരക്ഷിക്കുക. താങ്ക് യു. അപ്പം നമുക്ക് ഇതൊരു ചെറിയൊരു സ്പീച്ചാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്പീച്ചിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം, ഇതുപോലെ ഈ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ അതെങ്ങനെയൊക്കെ പരിഹരിക്കാം, അല്ലെങ്കിൽ അതിന് ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാം, അതല്ലെങ്കിൽ അത് ചെറിയ കുട്ടികളിൽ നിന്ന് പോലും അത് തുടങ്ങാം. ചെറിയ കുട്ടികളെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കാനും, അതുപോലെ മാലിന്യങ്ങൾ ഇപ്പോൾ പുറത്ത് നമ്മൾ ഈ റോട്ടിൽ കൂടെ അങ്ങനെയൊക്കെ പോകുമ്പോൾ തുപ്പാതിരിക്കുക, അല്ലെങ്കിൽ വല്ല കുപ്പിയോ സാധനങ്ങളൊക്കെ പുഴയിലേക്കോ അല്ലെങ്കിൽ റോട്ടിലേക്കോ നിക്ഷേപിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുക, അവിടെ ഇവിടെ ഇടുക. അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ എന്താണ്, കൃഷിയിടങ്ങൾ കൃഷി ചെയ്യട്ടെ, അവിടെയൊക്കെ അതൊക്കെ നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്കൊരു സ്പീച്ച് തയ്യാറാക്കാം. അടുത്ത് നോക്കൂ, എഡിറ്റിംഗ്. ആഫ്റ്റർ റീഡിങ് സ്റ്റോറി ഓഫ് ദി പെബിൾ, അതായത് പെബിളിൻ്റെ സ്റ്റോറി വായിച്ച ശേഷം ഹരിത, എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 6, അറ്റംപ്റ്റ് ടു റൈറ്റ് ദി സ്റ്റോറി ഓഫ് എ ട്രീ. എന്താണ് ഈ ഒരു പെബിളിൻ്റെ സ്റ്റോറി വായിച്ചതിന് ശേഷം ഹരിത എന്തു ചെയ്തു? ഒരു ട്രീയുടെ, ഒരു മരത്തിൻ്റെ സ്റ്റോറി എഴുതാൻ ശ്രമിച്ചു. അത് നല്ല കാര്യമാണ് അല്ലേ? അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റോറീസ് ഓരോന്നും വായിച്ചിട്ട് നമ്മളതിങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് എഴുതി നോക്കുമ്പോൾ നമ്മളെ ഒരു ഇമാജിൻ ചെയ്യാനുള്ള കഴിവും വളരും. അതോടൊപ്പം തന്നെ നമ്മളുടെ ലാംഗ്വേജ്, നമുക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും. നമ്മുടെ എഴുതുന്നതിൻ്റെ സ്പീഡ് കൂടും. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ബട്ട് ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, പക്ഷേ അവിടെ കുറച്ച് തെറ്റുകളുണ്ട്. സ്വാഭാവികമാണ്, നമുക്ക് തെറ്റുകൾ പറ്റും. തെറ്റുകളിൽ നിന്നാണ് നമുക്ക് ശരികൾ ഉണ്ടാവുക. ഹെൽപ്പ് ഹെർ എഡിറ്റ് ദ സ്റ്റോറി, നമുക്ക് അവളെ ആ സ്റ്റോറി തെറ്റുകളൊക്കെ മാറ്റുക, എഡിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം അല്ലേ? അത് സ്റ്റോറി നോക്കൂ. വൺസ് അപ്പോൺ എ ടൈം ദ ട്രീ വാസ് എ സീഡ് പ്ലാന്റഡ് വിത്ത് എ ഗാർഡനർ. It rested on the soil till the rain came. The seed wished to see the outside world. It pushed out and sprout. From it two tender green leaves peeped out. The cool wind touched its heart and sunlight shone upon it. It grew and danced in the breeze. The soil gave it food and water. It grew in strength and spread out its branches. It gave shade. The people take rest under it. അപ്പോൾ ഈ കുട്ടി എഴുതിയതിൽ അടിയിൽ വരട്ട ഭാഗങ്ങളൊക്കെ എന്താണ്, തെറ്റാണല്ലേ? അതായത് നമ്മളത് ശരിയാക്കി കൊടുക്കണം അല്ലേ? ഇത് എന്ത് ചെയ്തിരിക്കുന്നു, പാസ്റ്റ് ടെൻസിലാണ് ഒക്കെ എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ ശരിയാക്കി എഴുതാം നോക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? വൺസ് അപ്പോൺ എ ടൈം ദ ട്രീ വാസ് എ സീഡ് planted by a gardener. It rested in the soil till the rain came. The seed wished to see the outside world. It pushed out a sprout. From it two tender green leaves peeped out. The cool wind touched its heart and the sunlight shone upon it. It grew and danced in the breeze, and the soil gave it food and water. It grew in strength and spread out its branches. It gave shade and people took rest under it. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഈ ഒരു പാഠഭാഗം ബുക്ക് ഓഫ് നേച്ചർ എന്നൊരു പാഠഭാഗം വായിക്കുക.
നമ്മളിപ്പോൾ ഓരോ പാഠഭാഗത്തിൻ്റെയും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ട്. അത് മാത്രമല്ലാതെ നമുക്കിപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ഇതിൽ നോക്കൂ, നമ്മൾക്കൊരു സ്പീച്ച് വന്നു, അതായത് ഈ ഒരു നേച്ചറിനെ എങ്ങനെ സംരക്ഷിക്കും അല്ലെങ്കിൽ അതിനൊക്കെ കുറിച്ചിട്ടൊരു സ്പീച്ച് വന്നു. അപ്പോൾ നമുക്ക് അത് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിനെക്കുറിച്ചിട്ട് അറിയണം, വാക്കുകൾ കിട്ടണം. അപ്പം നമ്മൾ ഈ പാഠഭാഗങ്ങൾ വായിക്കുന്നത് കൂടെ നമുക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും. നമ്മുടെ മലയാളത്തിൽ നമുക്ക് സകല കാര്യം ഉണ്ടായിരിക്കും, നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് സ്പീച്ചോ ലെറ്ററോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതിന് ഇംഗ്ലീഷിലാക്കാനാവുമ്പോൾ നമ്മൾ ആകെ പെട്ടു പോവുക. അപ്പോൾ അതിനെന്ത് വേണം, നമുക്ക് ആ വാക്കുകൾ കിട്ടാൻ നമ്മൾ പാഠഭാഗം 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇങ്ങനെ വായിക്കുക. നമുക്കതിൻ്റെ തീം എന്തായാലും കിട്ടും. ഈ ഒരു ലെറ്റർ നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളോട് പറയുകയാണ്, നമ്മളിന്ന് ബുക്ക് ഓഫ് നേച്ചറിൽ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എഴുതിയ കത്ത് വായിച്ചു. ഇത് ആ ഒരു കത്തിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നിങ്ങളുടെ ഡയറിയിൽ എഴുതുകയാണെന്ന് വയ്ക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറി എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മകളോട് ഈ കത്തിൽ കൂടി പറഞ്ഞതെന്ന് നമുക്കറിയണ്ടേ. അതറിഞ്ഞെങ്കിലല്ലേ നമുക്ക് ഡയറി എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് വേണം, അതിന് ഈ ഒരു പാഠഭാഗം നമ്മൾ വായിക്കണം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും പാഠഭാഗം വായിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്കിത് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.